നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ദേശീയ സേവാഭാരതിയുടെ ഭാഗമായി തൃത്താല മേഖലയിലെ പെരിങ്ങന്നൂർ ആസ്ഥാനമായി സാമൂഹ്യ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന സദാശിവ മാധവ സേവാ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പെരുമണ്ണൂരിൽ പുതിയ സേവാ കേന്ദ്രം ആരംഭിച്ചു. ആനന്ദാശ്രമം എന്ന പേരിലുള്ള സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ മിഥാനി മിശ്ര ധാതു നിഗം ലിമിറ്റഡ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ പ്രൊഫസർ വി.ടി. രമ നിർവഹിച്ചു. ട്രസ്റ്റ് ചെയർമാനും ബാലവികാസ് സമന്വയ സമിതി കേരളത്തിന്റെ ഉപാധ്യക്ഷനുമായ അഡ്വക്കേറ്റ് കെ പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. കേരള ഉത്തര പ്രാന്ത സഹസേവാ പ്രമുഖ് കെ ദാമോദരൻ മുഖ്യപ്രഭാഷണം നടത്തി. N.P. പ്രകാശ്, K.P. അശോക് കുമാർ, K.C. കുഞ്ഞൻ, K.V. വരുൺ പ്രസാദ്, ലതാ സത്യൻ, K. വേണുഗോപാൽ, V.R. രാഹുൽ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കലാശ്രമം, ഹരിഗോവിന്ദിന്റെ സോപാന സംഗീതം, വിവിധ കലാപരിപാടികൾ എന്നിവയും ഉണ്ടായി. വിവിധ മേഖലകളിൽപ്പെട്ടവരെ ആദരിച്ചു. സേവാ കേന്ദ്രത്തിനായി സ്ഥലം ട്രസ്റ്റിന് ദാനമായി നൽകിയ പെരുമണ്ണൂർ വടുക്കൂട്ട് ലക്ഷ്മിക്കുട്ടിയമ്മയെ ചടങ്ങിൽ അനുസ്മരിച്ചു. സേവനത്തിന്റെ പാതയിൽ 14 വർഷം പിന്നിടുകയാണ് സദാശിവ മാധവ സേവാ ട്രസ്റ്റ്. 2010 ആരംഭിച്ച ബാലസദനത്തിനു പുറമെ 2011 മുതൽ ആംബുലൻസ് സേവനങ്ങൾ, 2021 ഉദ്ഘാടനം ചെയ്ത് 300 രോഗികളുടെ വീടുകളിൽ മാസം തോറും സന്ദർശിച്ചു ചികിത്സ നൽകി വരുന്ന സേവാഭാരതി, പാലിയേറ്റീവ് കെയർ എന്നിവ വിജയകരമായി നടത്തുന്ന ട്രസ്റ്റിന്റെ സംരംഭങ്ങളാണ്. കൂടാതെ മെഡിക്കൽ ക്യാമ്പുകൾ, യോഗ ക്ലാസുകൾ, കുട്ടികളുടെ വ്യക്തി വികസന ക്ലാസുകൾ, ജൈവ കൃഷി പരിപാലനം തുടങ്ങിയ സേവന മേഖലകളിലും ട്രസ്റ്റ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ട്രസ്റ്റിന്റെ സേവാ പദ്ധതികൾ പുതിയ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വാനപ്രസ്ഥ കേന്ദ്രത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ആനന്ദാശ്രമം എന്ന പുതിയ സേവാ കേന്ദ്രം ചാലിശ്ശേരി പെരുമണ്ണൂരിൽ നാടിന് സമർപ്പിക്കുന്നത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളെ സ്പർശിച്ചുകൊണ്ടുള്ള സേവാ പദ്ധതികളുടെ പ്രഖ്യാപനവും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്നു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തും ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച പാലിയേറ്റീവ് ഗൃഹകേന്ദ്രീകൃത പരിചരണ പദ്ധതിയുടെ ഭാഗമായുള്ള സ്നേഹസംഗമം 2025 നടന്നു. ശനിയാഴ്ച രാവിലെ ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച സ്നേഹസംഗമ റാലിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ CDS അംഗങ്ങൾ, ഹരിതകർമ്മസേന പ്രവർത്തകർ, അങ്കണവാടി ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ചാലിശ്ശേരി GHSS, NSS വളണ്ടിയേഴ്സ്, നാട്ടുകാർ തുടങ്ങി 300-ലധികം പേർ പങ്കെടുത്തു. റാലി ഗ്രാമപഞ്ചായത്ത് അംബേദ്കർ ഹാളിൽ സമാപിച്ചു. തുടർന്ന് അംബേദ്കർ ഹാളിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദറിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് വിജേഷ് കുട്ടൻ സ്നേഹസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യാതിഥിയായ 1.5 പതിറ്റാണ്ടുകാലം ചാലിശ്ശേരി CHC സൂപ്രണ്ടായിരുന്ന ഡോക്ടർ K. സുഷമയെ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ പൊന്നാടണിയിച്ചും ഫലകം നൽകിയും ആദരിച്ചു. പാലിയേറ്റീവ് നഴ്സുമാരായ CC മേരിക്കുട്ടി, R. റീജ, ഫിസിയോതെറാപ്പിസ്റ്റ് PT ഷംന, പാലിയേറ്റീവ് പ്രവർത്തകരായ KK ബാലൻ മാസ്റ്റർ, ഗോപിനാഥ് പാലഞ്ചേരി, പ്രദീപ് ചെറുവാശ്ശേരി എന്നിവരെയും ആദരിച്ചു. CHC സൂപ്രണ്ട് I. മൊയ്തീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ധന്യ സുരേന്ദ്രൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ലത സൽഗുണൻ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഭിന്നശേഷിക്കാരുടെയും സംഗമത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരുടെയും കലാപരിപാടികളും ഉണ്ടായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ V. ബാബു നന്ദിയും പറഞ്ഞു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടന്ന കവിതയുടെ കാർണിവലിൽ മലയാളനാട് കവിതാ പുരസ്കാരം സമ്മാനിച്ചു. സുജീഷിനാണ് പുരസ്കാരം സമ്മാനിച്ചത്. കവിതയുടെ കാർണിവലിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ മലയാളനാട് കാർണിവൽ യുവ കവിതാ പുരസ്കാരമാണ് കവി സുജീഷ് VKക്ക് ലഭിച്ചത്. സുജീഷ് സുബൈദയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. സുജീഷിന്റെ വെയിലും നിഴലും മറ്റു കവിതകളും എന്ന സമാഹാരത്തിനാണ് ഇത്തവണത്തെ പുരസ്കാരം ലഭിച്ചത്. മലയാളനാട് വെബ് ജേണൽ എഡിറ്റർ PL ലതിക അധ്യക്ഷത വഹിച്ചു. ജൂറി അംഗങ്ങളായ PP രാമചന്ദ്രൻ, OP സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പുതിയ കവിതയിൽ നടത്തുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയിക്കാനായിട്ട് സുജീഷ് ഒരുപാട് സൈറ്റുകളും ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് സുജീഷിന്റെ. എന്താണ് ഈ കവിതയുടെ ഫോമിനെ കുറിച്ച്, ഫോമിൽ അയാൾ നടത്തുന്ന ശ്രമങ്ങളും ഫോമിനെ കുറിച്ച് അയാൾ നമുക്ക് തരുന്ന നമ്മുടെ ധാരണകളെ തിരുത്താനും വളർത്താനും ഒക്കെ സുജീഷ് നടത്തുന്ന
ശ്രമങ്ങൾ അതുപോലെ സുജീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പ്രത്യേകതയില്ല സുജീഷിന്റെ വിവർത്തനം എന്ന് പറഞ്ഞാൽ തന്നെ അതിനുവേണ്ടി അയാൾ നടത്തുന്ന ഒരു സഞ്ചാരമുണ്ട്. ഒരു വാക്കിനെ പറ്റിയൊരു വാക്ക് കണ്ടെത്താനായിട്ട് ആ വാക്കിനെ കൊണ്ടുവന്ന ഒരു സംസ്കാരത്തിലൂടെയുള്ള സഞ്ചാരം തന്നെ ഒരുപാട് സുജീഷ് ചെയ്യാറുണ്ട്. അതുപോലെ എന്താണ് ഈ നമ്മുടെ നിലവിലുള്ള ധാരണകളൊക്കെ പൊളിച്ചെഴുതുന്നതാണ് കവിതയിലെ രൂപത്തെക്കുറിച്ച് സുജീഷ് പറഞ്ഞു തരുന്നത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഹോട്ടൽ തൊഴിലാളികൾക്ക് ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ജനുവരി 25-നാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റും കോഴിക്കോട് മൈക്രോ ഹെൽത്ത് ലാബും സംയുക്തമായാണ് ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും കൈകാര്യം ചെയ്യുന്നവർക്ക് ആരോഗ്യ പരിശോധന നടത്തി ഹെൽത്ത് കാർഡ് നൽകുന്നത്. ഇതിന്റെ ഭാഗമായി ഈ മാസം 25-ന് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ പട്ടാമ്പി GMLP സ്കൂൾ വെച്ചാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. ക്യാമ്പിൽ കുടിവെള്ളം പരിശോധിക്കാനുള്ള സൗകര്യവുമുണ്ട്. 1964-ലാണ് സംഘടന രൂപീകരിച്ചതെന്നും അസോസിയേഷന്റെ 60ാമത് വാർഷികം ഇത്തവണ തൃശ്ശൂരിൽ വെച്ച് കൊണ്ടാടുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അസോസിയേഷന് കീഴിൽ സമാന പദ്ധതി, സുരക്ഷാ പദ്ധതി എന്നിവ നടപ്പാക്കി വരുന്നുണ്ട്. ജനുവരി 26-ന് കൊപ്പത്ത് യൂണിറ്റ് സമ്മേളനവും കൊപ്പത്ത് യൂണിറ്റ് രൂപവൽക്കരണവും നടക്കും. ഹെൽത്ത് ക്യാമ്പ് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ജലപരിശോധന വൈസ് ചെയർമാൻ TP ഷാജി നിർവഹിക്കും. കൂടാതെ ആരോഗ്യ വിഭാഗം ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ മാർഗനിർദ്ദേശങ്ങളും ഉണ്ടാകും. ഹെൽത്ത് കാർഡും ജലപരിശോധനയും വേണ്ടവർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. KHRA എന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എന്താണ് എന്നൊക്കെ ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനൊരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത്. 1964 രൂപീകരണം വഹിച്ച ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. 60 വർഷം പിന്നിടുമ്പോൾ ഈ ഫെബ്രുവരി 14, 15, 16 തീയതികളിൽ തൃശ്ശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് 60ാമത്തെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അതില് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു സമ്മാന പദ്ധതി വെച്ചിട്ടുണ്ട്. അതെല്ലാ അംഗങ്ങൾക്കും വിതരണം ചെയ്യുന്നുണ്ട്. അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോട്ടലിലെ അസോസിയേഷനിലെ മെമ്പർമാർക്കും അതേപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്കും തൊഴിലാളികൾക്കും എല്ലാവർക്കും വേണ്ടി KHRA സുരക്ഷാ പദ്ധതി എന്നുള്ള ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് 3000 രൂപ അടച്ച് അതിൽ രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഇതില് അംഗത്തെടുത്തുള്ള, അതായത് സുരക്ഷാ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ആ ആൾക്ക് എല്ലാവരും 100 രൂപ വെച്ചിട്ട് നമ്മളവിടെ കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ 100 രൂപ വെച്ചിട്ട് കൊടുക്കും. അങ്ങനെ 10 ലക്ഷം രൂപ ഈ മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടില് ഒരു മാസത്തിന്റെ ഉള്ളിൽ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് സുരക്ഷാ പദ്ധതി. അങ്ങനെ ഒരു പദ്ധതിയൂടെ നമ്മൾ ഈ ഹോട്ടൽ അസോസിയേഷൻ ചെയ്യുന്നുണ്ട്. ഈ ശനിയാഴ്ച, അതായത് 25/1/2025 കോടതിക്ക് സമീപമുള്ള GMLP സ്കൂളിൽ വെച്ചിട്ട് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഹെൽത്ത് കാർഡ് ക്യാമ്പും അതുപോലെ ജലപരിശോധന ക്യാമ്പും. ജലപരിശോധന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജി അവர்களാണ്. ഹെൽത്ത് കാർഡ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അവர்களാണ്. അന്നേ ദിവസം തന്നെ ആരോഗ്യ വിഭാഗത്തിലെ ആൾക്കാരും ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് അവരെ ഈ അംഗങ്ങൾക്കും അതുപോലെ അവിടെ പങ്കെടുക്കുന്നവർക്കും വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് M സൈനുദ്ദീൻ, സെക്രട്ടറി V മോഹൻദാസ്, ട്രഷറർ വെങ്കിടാചലം, P സുബൈർ, PP മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് പട്ടാമ്പി താലൂക്ക് സമ്മേളനം തൃത്താലയിൽ നടന്നു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KCEF താലൂക്ക് പ്രസിഡന്റ് NK റാസി അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി C മോഹനൻ, രഞ്ജിത്ത്, PV മുഹമ്മദ് അലി, P മാധവദാസ്, K വിനോദ്, TP മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. പുതിയ താലൂക്ക് കമ്മിറ്റി ഭാരവാഹികളായി NK റാസി പ്രസിഡന്റ്, KM രഞ്ജിത്ത് സെക്രട്ടറി, അജീഷ് കൃഷ്ണൻകുട്ടി ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ INTUC പട്ടാമ്പി റീജിയണൽ കൺവെൻഷൻ പട്ടാമ്പിയിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് KP ജോഷി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ INTUC പട്ടാമ്പി റീജിയണൽ കമ്മിറ്റിയുടെ കൺവെൻഷനാണ് പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ വെച്ച് നടത്തിയത്. മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് KP ജോഷി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ശക്തമായി കൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്തെ അന്യം നിന്നു പോകാത്ത ഒരു വലിയ ഫീൽഡാണ് ഈ മോട്ടോർ തൊഴിലാളി പ്രസ്ഥാനം. ഈ മോട്ടോർ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ കരുത്ത്
അത് KSU യൂത്ത് കോൺഗ്രസ് മാതിരിയല്ല. ഇതൊരു കുടുംബമാണ്. ഒരു INS പ്രവർത്തകൻ, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി പറഞ്ഞാൽ അവനൊരു കുടുംബമാണ്. അവൻ്റെ കുടുംബത്തിൽ അച്ഛനും അമ്മയുണ്ടാവും, സഹോദരങ്ങളുണ്ടാവും, ഭാര്യയുണ്ടാവും, മക്കളുണ്ടാവും. അങ്ങനെ അടങ്ങുന്ന ഒരു വോട്ട് ബാങ്കാണ്. ഈ വോട്ട് ബാങ്ക് ഒരു പഞ്ചായത്തിൽ ഒരു സ്റ്റാൻഡിൽ ഒരു 50 ഓട്ടോറിക്ഷ ഉണ്ടാവും, ഒരു 100 ഓട്ടോറിക്ഷ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരു 20 ഓട്ടോറിക്ഷ ഉണ്ടാവും. അതിലൊരു 15 തൊഴിലാളികളെങ്കിലും നമ്മുടെ INSയുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ടാവും. അവരെ മുഴുവൻ കണ്ട് സംഘടിപ്പിച്ച് അവരെ നമ്മുടെ സംഘടനയിലേക്ക് കൊണ്ടുവന്ന് ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശക്തി പകരുന്ന രീതിയിലുള്ള പ്രവർത്തനം. സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ വേണു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി R. കൃഷ്ണൻ, DCC സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, KR നാരായണസ്വാമി, അഡ്വക്കേറ്റ് രാമദാസ്, AP രാമദാസ്, K. ബഷീർ, ജിതേഷ് മൊഴിക്കുന്നം, ഉമ്മർ കിഴായൂർ, രൂപേഷ്, സന്തോഷ്, യൂസഫ്, അനീഫ മാനു, അബ്ദുറഹ്മാൻ, TT സലീം, സിദ്ദിഖ് കാരക്കാട്, ഷാഫി കാരക്കാട് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. എടപ്പാൾ ശുഗപുരം കുളങ്കര താലപ്പൊലി ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾക്കു ശേഷം ഓട്ടൻതുള്ളൽ അവതരണമുണ്ടായി. ഉച്ചയ്ക്കു ശേഷം 3 ആനകൾ, നാഗസ്വരം, പഞ്ചവാദ്യം, മേളം എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. തിറ, പൂതൻ, കരിങ്കാളി, തെയ്യം, ബാൻഡ് വാദ്യം, ശിങ്കാരിമേളം, കാളവേല എന്നീ നാടൻ കലാരൂപങ്ങളുടെ വരവും ക്ഷേത്രത്തിലെത്തി. രാത്രിയിൽ അത്താളൂർ ശിവൻ, ശുഗപുരം ദിലീപ് എന്നിവരുടെ തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, തിരുവനന്തപുരം ജോസ്കോയുടെ ഗാനമേളയും പാതിരാതാലം, ആയിരത്തിരി എന്നിവയുമുണ്ടായി. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവം ചൊവ്വാഴ്ച സമാപിക്കും. ഉത്സവം 7-ാം ദിവസം രാവിലെ മുതൽ വിവിധ കലാപരിപാടികൾ നടന്നു. പട്ടാമ്പി പടിഞ്ഞാറേമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ഉത്സവാഘോഷങ്ങൾക്ക് നാളെ സമാപനം കുറിക്കും. ചൊവ്വാഴ്ച രാവിലെ പള്ളിയുണർത്തലോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് പഞ്ചാരിമേളം, സംഗീതാർച്ചന, തിരുവാതിരക്കളി, കിണ്ണംകളി, മാജിക് ഫ്യൂഷൻ, കൈകൊട്ടിക്കളി, നൃത്തനൃത്യങ്ങൾ, ഭരതനാട്യ മഞ്ചരി, ആറാട്ടുബലി എന്നിവ നടക്കും. വൈകുന്നേരം 5:30ഓടെയാണ് ആറാട്ടിന് എഴുന്നള്ളിപ്പ്. ഭാരതപ്പുഴയിലെ ആറാട്ടുകടവിലാണ് എഴുന്നള്ളിപ്പ്. തുടർന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളിപ്പും നടക്കും. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി തിങ്കളാഴ്ച വിവിധ കലാപരിപാടികൾ നടന്നു. തിരുവാതിരക്കളി, കൃഷ്ണനാട്ട, കോൽക്കളി നൃത്തം, കോലാട്ട നൃത്തം, ക്ലാസിക്കൽ ഡാൻസ്, പാടകം, ചാക്യാർകൂത്ത് തുടങ്ങിയ പരിപാടികളും ഉത്സവം 7-ാം നാളിൽ നടന്നു. സകല ജഗദാധാരഭൂതനായി സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ശ്രീനാരായണന്റെ ശ്രീപാദാംബുജദ്വയങ്ങളെ ഹൃദയകമല കർണികാ മധ്യത്തിങ്കലം മാറിവച്ച് നിസ്തുല ഭക്തി പുരസരം വണ്ണം ഉറപ്പിച്ചുകൊണ്ട് ഉപാസിച്ചുകൊള്ളണം. ഈശ്വരനെ സേവിക്കുക എന്ന് വരുന്ന സമയത്തിങ്കൽ തൽ സേവാമാർഗങ്ങൾ
പല പ്രകാരേണയുണ്ട്. എന്നാൽ ഈ കലിയുഗത്തിങ്കൽ അനായാസേന മോക്ഷത്തെ പ്രാപിക്കാൻ കഥാപ്രസംഗത്തോളം നന്നല്ലതേ മറ്റൊന്നും കഥ പറയുക എന്ന് വരുന്ന സമയത്തിങ്കൽ ജയ ജനാർദ്ദന കൃഷ്ണ രാധികാപതേ നന്ദനന്ദന കൃഷ്ണ രുക്മിണീപതേ ജയ ജനാർദ്ദന കൃഷ്ണ രാധികാപതേ നന്ദനന്ദന കൃഷ്ണ രുക്മിണീപതേ ഗരുഡവാഹന കൃഷ്ണ ഗോപികാപതേ कृष्ण प्रभो सत्पते जय जनार्दन कृष्ण राधिकापते नंदनंदन कृष्ण रुक्मिणीपते धनुमासपालाळि तिरतुळ्ളും പൂത്തിരുവാതിരയിൽ പാട്ടിലലിയും മാടിയുലയും പാതിരാവിനുലഹരി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിളയൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം NP വിനയകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ യഥാസമയം കൊടുക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ആരംഭിച്ച കെട്ടിട നിർമ്മാണ സെസ് പിരിവ് ഊർജിതപ്പെടുത്തുക, തദ്ദേശ സ്ഥാപനങ്ങൾ വഴി പിരിച്ചെടുത്ത സെസ് തുക ക്ഷേമനിധി ബോർഡിൽ യഥാസമയം അടയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം NP വിനയകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ അഖിലേന്ത്യാ സംഘടനയായ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്ന ദേശവ്യാപകമായ പ്രക്ഷോഭത്തിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ദേശീയ തലത്തിൽ നിർമ്മാണ തൊഴിലാളിക്ക് ഒരു നിയമം വേണം. ദേശീയ തലത്തിൽ നിർമ്മാണ തൊഴിലാളിക്ക് ഒരു നിയമനിർമ്മാണം നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം നടന്നപ്പോഴാണ് കേരളത്തിൽ നടപ്പാക്കിയ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയെ പോലെ ഒരു ക്ഷേമനിധി ദേശവ്യാപകമായി നടപ്പിലാക്കാൻ അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത്. 96 മുതൽ കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ പാസാക്കിയ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേമനിധി പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ 96 നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നത്. ഇത് കേരളത്തിൽ മാത്രമുള്ളതല്ല. ഇന്ത്യയിലെമ്പാടും പാർലമെന്റ് പാസാക്കിയതോടുകൂടി ഇന്ത്യയിലെമ്പാടുമുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ക്ഷേമനിധി നിലവിലുണ്ട്. ആനുകൂല്യങ്ങളും പ്രവർത്തനവും ഒക്കെ ഏറ്റക്കുറച്ചിലുകളോടെയാണ്. ഏരിയ വൈസ് പ്രസിഡന്റ് K രാമനുണ്ണി അധ്യക്ഷനായിരുന്നു. CPM പട്ടാമ്പി ഏരിയ കമ്മിറ്റി അംഗം K മുരളി, യൂണിയൻ ഏരിയ സെക്രട്ടറി T ഷാജി, ലോക്കൽ സെക്രട്ടറി KV ഗംഗാധരൻ, T അനിൽ, ET ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചരമം. കറുകപുത്തൂർ ഇഞ്ചേരി വളപ്പിൽ മുഹമ്മദ് കുട്ടി നിര്യാതനായി. 86 വയസ്സായിരുന്നു. ജീവകാരുണ്യ പരിസ്ഥിതി മേഖലകളിൽ സജീവ പ്രവർത്തകനായിരുന്നു പരേതൻ. കറുകപുത്തൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കം നടത്തി. കുഞ്ഞുമോൾ ഭാര്യയും മുഹമ്മദ് യൂനുസ്, നൌഷാദ്, നിഷ എന്നിവർ മക്കളുമാണ്. ഇതോടെ നിളവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.